കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ ഇത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോൾ ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു അവനുണ്ടെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് പുറത്തു പോകണോ, എന്താണ് അങ്ങനെ ചെയ്യാത്തതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഗണേഷ് കുമാറിനും വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ തൻ്റെ പേഴ്സണൽ കാര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വലിച്ചിടേണ്ട, താനുണ്ടെങ്കിൽ നല്ലൊരു പൊളിറ്റീഷ്യൻ ആണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതോടെ തന്നെ പ്രണയമൊക്കെ എല്ലാവർക്കും വരുന്നത് തന്നെയാണ്. അതിനെപ്പറ്റി തനിക്കുണ്ടെങ്കിൽ അധികം സംസാരിക്കാൻ താല്പര്യമില്ല. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ തൻ്റെ ഈ സ്വകാര്യ ജീവിതത്തിൽ കടന്ന് കയറേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ രാഹുലിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അവൻ ചെയ്തത് ശരിയല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായി ഗണേഷ് കുമാർ ഇത് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രണയമാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യം വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നതായിരിക്കും. അതോടെ തന്നെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഇത് ഫാമിലി പ്രോബ്ലമാണ്, ഇതുണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം എന്നുള്ള രീതിയിലായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.